തപസ് ചെയ്യുന്ന പോലെ അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് നോക്കാതെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ പോകാന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പഠിക്കുന്ന സിലബസിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അത് വൃത്തിയായിട്ട് പഠിക്കുക എന്ന് മാത്രമാണ്. പക്ഷെ IIT പരീക്ഷ അടപടലം പൊട്ടി, ഭയങ്കര വളരെ മോശം, വളരെ പരിതാപകരമായിട്ട് പൊട്ടി. കീം എക്സാം കിട്ടിയ ഒരാൾക്ക് നാട്ടുകാർ മൊത്തം പറയും അതിന് പോയി കൂടെ പറയും. പിന്നെ എന്തിനാ റിപ്പീറ്റ് ചെയ്യാൻ പോയത്? അതാണ് മെയിൻ കാര്യം. ഇതിൽ റിപ്പീറ്റ് ചെയ്യണല്ലോ ഏറ്റവും റിസ്ക് കുറവ് എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ചെയ്യണം. അതെ, കാരണം ഇലക്ട്രിക്കൽ. ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് IITസിൽ അല്ലെങ്കിൽ NITസിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫസ്റ്റ് നമ്മുടെ കടമ്പയാണ് JEE മെയിൻ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു. ഏകദേശം 2.5 ലാക്കോളം കുട്ടികൾ JEE അഡ്വാൻസിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. JEE അഡ്വാൻസ് എക്സാം മെയ് 17 നടക്കുകയാണ്. അതുപോലെ തന്നെ കീം എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. കീം എക്സാമിൻ്റെ ആൻസർ കീം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കുറേ പേർക്ക് നല്ലൊരു പെർസെൻറ്റേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം, കുറച്ച് പേർക്ക് ഇത്തിരി സങ്കടത്തിലിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ ആ കൺഫ്യൂഷനൊക്കെ നമുക്കൊന്ന് മാറ്റി പുതിയതായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇനി എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സാർ, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും ഇനി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ? ഇതിൽ ഈ വർഷം ഇനിയും എൻട്രൻസ് എക്സാംസ് എഴുതാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവർ ആ എക്സാമിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഇനി JEE അഡ്വാൻസ്ഡും അതുപോലെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ടല്ലോ. എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എക്സാംസ് എഴുതാനുണ്ട്. അപ്പോൾ ആ എക്സാം എഴുതാനുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ഈ വർഷത്തെ സീരിയസ് ആയി എഴുതണം. ചില ആളുകൾ ഇനി എന്താണ് എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകൾ എന്താവും ഇനി എന്തായാലും IIT NIT തന്നെ വേണമെന്നുണ്ടാവും, റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചവരുണ്ടാവും. അങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേഗം അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അടുത്ത വർഷത്തെ JEE ജനുവരിയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കൊല്ലമില്ല, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറേ കുട്ടികൾ ഓക്കെയാണ്, അവർ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കുറച്ച് കുട്ടികളുണ്ട്. ഇനി ഞാനൊരു റിസ്ക് എടുക്കുന്നത് ശരിയാകുമോ, ഇനി അത് എടുത്തു കഴിഞ്ഞാൽ ഇനി അവസാനം ആ സമയത്തും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന കുട്ടികളും കാണും. അങ്ങനെയുള്ളവരോട് എന്താ സാർക്ക് പറയാനുള്ളത്? ഇതിൽ റിപ്പീറ്റ് ചെയ്യണല്ലോ ഏറ്റവും റിസ്ക് കുറവ് എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ചെയ്യണം. കാരണം ഇഷ്ടം പോലെ എക്സാംസ് ഉണ്ട്. ജനുവരി മുതൽ അങ്ങോട്ട് എക്സാംസ് തുടങ്ങാണ്. JEE ജനുവരിയിൽ വരും. ഇനിയുണ്ട്, നമുക്ക് ക്വിസാറ്റ് ഉണ്ട്, ഇനി ഒരുപാട് എക്സാമ്പിൾ ബാക്കിയുണ്ട്. ആകെ JEE കീമേ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, മെയിനായിട്ട് ഇപ്പൊ JEE ഉണ്ട്, JEE 2 തവണ എഴുതാം. കീം ഉണ്ട്, കുസാറ്റ് ഉണ്ട്, ബിറ്റ്സ് ഉണ്ട്, VIT ഉണ്ട്, SRM, അമൃത, മറ്റേ ഇഷ്ടം പോലെ എക്സാംസ് ജനുവരി തുടങ്ങും. പിന്നെ അവസാനം വരെ പക്ഷെ മെഡിസിന് ഒറ്റ ദിവസമാണ് ഒരു എക്സാം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം. എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ല. എന്താ ചെയ്യാ, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ്. അങ്ങനെ കൺഫ്യൂഷൻ, അങ്ങനെ ഒരു റിസ്ക് ഇല്ല. നമ്മൾ ആ ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റും എന്നുള്ളത് ബാക്കപ്പ് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ IITയിലേക്ക് പോകാൻ എന്നുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ JEE മെയിൻ എക്സാം എഴുതുന്നത്. അപ്പോൾ നമുക്കിനി ആ ലെവലിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാമല്ലേ സാറേ? അപ്പോൾ IIT എന്ന് പറഞ്ഞ ഡ്രീം, ആ ഡ്രീമിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഈസി ആയിട്ട് കഷ്ടപ്പെടണം. അപ്പോൾ ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ലത്. അപ്പം അതിലേക്ക് നമുക്ക് പോകാൻ നമ്മൾ എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്? +2 കഴിഞ്ഞ ഒരു കുട്ടി, ഇപ്പോൾ +2 കഴിഞ്ഞ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ സാധാരണ എപ്പോഴും ഉള്ളത് വെച്ചാൽ റിപ്പീറ്റിങ് ചെയ്താൽ എല്ലായ്പ്പോഴും കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. റിപ്പീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ കിട്ടും നിർബന്ധമില്ല. പക്ഷെ എന്ത് ചെയ്യണം, അവരുടെ 100% ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അവർ ഈ ഒരു നമുക്ക് പറഞ്ഞു ജനുവരി തന്നെ JEE മെയിൻ എക്സാം വരുന്നുണ്ട്. ആ JEE മെയിൻ എക്സാം ഫസ്റ്റ് ഷിഫ്റ്റിന് അവർ എന്ത് ചെയ്യണം, അത് ക്രാക്ക് ചെയ്യണം. എന്നാൽ മാത്രമല്ലേ അഡ്വാൻസിന് വേണ്ടി പഠിക്കാൻ അവർക്ക് സമയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ ഇപ്പം ഈ ഒരു A+ സെക്ഷൻ എന്താ ആ ഒരു A+ സെക്ഷൻ അവർ ക്രാക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് മെയിൽ എന്തായി JEE അഡ്വാൻസ് ആയി, അവർ തീരെ സമയമില്ല. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്ത് ജനുവരി സെക്ഷന് വേണ്ടി എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അതിനു വേണ്ടി ഇപ്പം തന്നെ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. സാറേ, എനിക്ക് സാറിനോട് അടുത്ത ചോദ്യമുള്ളത്, ഇപ്പം സാറ് കീം നല്ല റാങ്കിൽ ക്രാക്ക് ചെയ്ത ഒരാളാണ്. അതിനുശേഷം സാറ് ഓൺ റിസ്കിൽ വീണ്ടും JEEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, IIT മദ്രാസിൽ പഠിച്ചു. ആ ഒരു ജേർണിയിൽ സാറ് ആ ഒരു ഡിസിഷൻ എടുത്തതിന്റെ പിന്നിലുള്ള കഥകളും അല്ലെങ്കിൽ എങ്ങനെയാണ് അതെ അതിനെ പറ്റി ഒന്ന്, അതായത് ഇപ്പോ കീം എക്സാം കിട്ടിയ ഒരാൾക്ക് നാട്ടുകാർ മൊത്തം പറയും അതിന് പോയി കൂടെ പറയും. പിന്നെ എന്തിനാ റിപ്പീറ്റ് ചെയ്യാൻ പോയത്? അതാണ് മെയിൻ കാര്യം. ഇപ്പൊ എനിക്ക് ഞാൻ 2006 +2 പാസ് ചെയ്തത്. ആ വർഷം കീം എഴുതി അത്യാവശ്യം നല്ല റാങ്ക് കിട്ടി. റാങ്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കൊരു 400 സംതിങ് ഒക്കെ റാങ്ക് ഉണ്ടായി. പക്ഷെ IIT പരീക്ഷ അടപടലം പൊട്ടി, ഭയങ്കര വളരെ മോശം, വളരെ പരിതാപകരമായിട്ട് പൊട്ടി. പക്ഷെ എനിക്ക് IIT തന്നെ കിട്ടണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായ പാഷൻ IIT തന്നെ എത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് അതുപോലെ നാട്ടുകാർ ബന്ധുക്കളൊക്കെ പറഞ്ഞു മണ്ടത്തരാണ്, ഇനി IITക്ക് വേണ്ടി ഒരു കൊല്ലം കളയുന്ന മണ്ടത്തര, ഓൾറെഡി സീറ്റ് ബെസ്റ്റ് കോളേജിൽ കിട്ടും, അത് ഒഴിവാക്കി പോകണം മണ്ടത്തരാന്നൊക്കെ പറഞ്ഞു.
പക്ഷെ ഞാൻ പാരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ പാരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾക്ക് ആക്ച്വലി പാരൻസ് പറയുന്നത്, പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, പാരൻസ് നമ്മളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് പിന്നെ അതിലിപ്പോൾ അപ്പുറം വേറെ ഒന്നും നമുക്ക് വേണ്ട. പാരൻസിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് ഓൺവേർഡ്സ് ആണ് IIT 2 തവണ എഴുതാനേ പറ്റുള്ളൂ. +2 എഴുതുന്ന വർഷം പിന്നെ ഒരു വർഷം കൂടി ചാൻസ് ഉള്ളൂ. അതായത് നമുക്ക് ഈ ഭൂമിയിൽ IIT പോയി പഠിക്കാൻ +2 കഴിഞ്ഞിട്ട് ആ വർഷവും പിന്നത്തെ വർഷം മാത്രമേ JEE ക്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, അത് വേസ്റ്റ് ആക്കി കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ധൈര്യമായിട്ട് അതിനെ പോകാന്ന് വിചാരിച്ചു. പിന്നെ എന്താ വെച്ചാൽ ഇഷ്ടംപോലെ എക്സാംസ് ഉണ്ടല്ലോ, ബാക്കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെ പോവുക ചെയ്തത്. അതാണ് ഉണ്ടായത്. അതെ, ഇപ്പം നമ്മൾ 3 പേരും എന്താ പ്രൊഫഷണലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എഞ്ചിനീയേഴ്സ് ആണ്. പക്ഷെ ഇപ്പം നമ്മൾ ടീച്ചിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് സാറ് ഇലക്ട്രിക്കൽ, ഞാൻ ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കൽ യെസ്, മെക്കാനിക്കൽ. ആ സമയത്ത് മൊത്തം റോയൽ മെക്ക ആയിരുന്നു. മെക്കാനിക്കൽ ഒരു ബൂം തന്നെയായിരുന്നു ആക്ച്വലി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കുട്ടികൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ട് നമ്മളെല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്, പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു ആളെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത ഒരാൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. പക്ഷേ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ IIT പഠിച്ചാലും NIT പഠിച്ചാലും നമ്മൾ ഏത് പ്രൊഫഷൻ എടുത്താലും നമുക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ട്. ശരിക്കും ഒരു മാർക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ കരിയർ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. എന്താണ് സാറ് ആ കരിയർ ഓപ്ഷൻസിനെ പറ്റി? എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തില്ലേ? ചെയ്തു. നമ്മളൊക്കെ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വന്നതാണ്. ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഓഫ് കോഴ്സ് ഓപ്ഷൻസ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് മെക്കാനിക്കൽ പഠിച്ച ആൾക്കാർ മെക്കാനിക്കലിന് പോകണമെന്നില്ല. പക്ഷെ മെക്കാനിക്കൽ പഠിച്ച ഇപ്പം എൻ്റെ കൂടെ പഠിച്ച കുറേ ആൾക്കാർ മെക്കാനിക്കൽ പഠിച്ച് അവർ ചെയ്യുന്ന ജോബ് CS ആയിരിക്കും. ഓക്കെ, അത് മെക്കാനിക്കൽ പഠിച്ച ആൾക്ക് മെക്കാനിക്കൽ തന്നെ ജോബ് ചെയ്യാൻ ഒരു നിർബന്ധമല്ല. അവർ കിട്ടുന്ന പ്ലേസ്മെന്റ് ഏതാണോ അവരെന്ത് ചെയ്യും, ആ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ചെയ്ത് പോകും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ എഞ്ചിനീയേഴ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ എഞ്ചിനീയേഴ്സ് മാത്രമല്ല, വേറെ കുറേ ജോബ്സ് ഉണ്ട്. കളക്ടർ ആവുന്നുണ്ട്, അങ്ങനെ പിന്നെ MBA IIM MBA എടുക്കുന്നുണ്ട്. എല്ലാ എഞ്ചിനീയേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ BTech എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അത് കുറച്ചധികം കഷ്ടപ്പാടാണ്. അത് ഏത് കോളേജിലാണ് കുറച്ചധികം കഷ്ടപ്പാടാണ്. പിന്നെ മക്കളെപ്പോഴും ചോദിക്കുന്ന ഡൗട്ടാണ്, അപ്പോൾ നമ്മൾ പഠിക്കുന്ന സിലബസ് എല്ലാം സെയിം ആണ്. അപ്പോൾ മെക്കാനിക്കൽ കേസ് പറഞ്ഞാൽ മെക്കാനിക്കൽ സിലബസ് എല്ലാം കംപ്ലീറ്റ്ലി സെയിം ആണ്. അത് NIT ആണെങ്കിലും IIT ആണെങ്കിലും CET ആണെങ്കിലും ഏത് കോളേജാണെങ്കിലും Tier 3 കോളേജ് സിലബസ് സെയിം ആണ്, പഠിക്കുന്ന എല്ലാം സെയിം ആണ്. പിന്നെ എന്തിനാ IIT പഠിക്കുന്നത്? സിലബസ് എല്ലാ കോളേജിലും ഓരോരോ സെയിം ഒക്കെയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ കോളേജുകളിലും ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. അത് കാലാകാലങ്ങളായിട്ട് മേ ബി ഒരു 50 years ബാക്ക് സിലബസ് ഇപ്പോഴത്തെ സിലബസ് തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോണില്ല. പക്ഷെ നമ്മൾ IIT പോകണമെന്ന് പറയുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിക്കഴിഞ്ഞാൽ വി വിൽ ബി അമംഗ് ദ ബ്രൈറ്റസ്റ്റ് അല്ലെങ്കിൽ സ്മാർട്ടസ്റ്റ് പീപ്പിൾ ഓഫ് ദിസ് കൺട്രി. അപ്പോൾ നമ്മളെ ചുറ്റുള്ള ആളുകൾ ഏറ്റവും ബെസ്റ്റ് ആളുകളായിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, നമുക്ക് ആ ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ശരിക്കും എന്താണ് നമ്മുടെ ട്രൂ പാഷൻ എന്ന് ഫിഗർ ഔട്ട് ചെയ്യാനും അതിലെത്തിപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പസുകൾ തരും. ഓഫ് കോഴ്സ് വേറെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും റിസോഴ്സും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ട്രൂ പാഷൻ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്ത് അതിലേക്ക് പോകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. സാധാരണ ഇപ്പം നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് പറയും, നിങ്ങൾ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പോകും എന്നുള്ള രീതിയിലായിരിക്കും മിക്ക കുട്ടികളും എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നത്. ഇപ്പൊ +2 പഠിക്കുന്ന ആളുകൾക്ക് എന്താ എഞ്ചിനീയറിംഗ്, എന്ത് ബ്രാഞ്ച് ആണെന്നൊന്നും ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത സമയത്ത് എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്നൊന്നും ഐഡിയ ഇല്ല. ഞാൻ എന്താണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അറിയാം അല്ലെ, ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവാന്ന് അറിയാം. അത് പല പല മിക്സ്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, പല ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത് പഠിക്കും. ഞാൻ റോയൽ മെക്ക് കേട്ടോ, ആ പ്രായമാണല്ലോ ആ സമയത്ത്. അല്ലാണ്ട് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള സമയം ആയിട്ടില്ല. ഇപ്പൊ ഒരുപാട് ഇപ്പോഴത്തെ കുട്ടിയെ കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. അവർ കുറച്ചും കൂടി എന്താ മൊബൈലും കാര്യങ്ങളൊക്കെ നെറ്റ്വർക്കുകളൊക്കെ കുറെ ഉണ്ടായതുകൊണ്ട് അവർ കുറച്ചും കൂടി അറിയാം. പക്ഷെ നമ്മൾ അത് തീരല്ലോ. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഓരോ കാര്യങ്ങളും അപ്ഡേഷൻ വന്നുകൊണ്ട് ഇപ്പൊ AI യുഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും പഠിക്കുമ്പോൾ അത്രത്തോളം ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് വന്നിട്ടില്ല. പക്ഷെ ഇപ്പം അതും കൂടെ വന്ന സ്ഥിതിക്ക് കുട്ടികൾക്ക് ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയയും കിട്ടി തുടങ്ങിയിട്ടില്ല. അതിന് ഞാൻ പിന്നെ പറയുന്നത് എന്താ അറിയോ, നമ്മളിപ്പോ ബ്രാഞ്ച് സ്പെസിഫിക് അല്ലാണ്ട് ചിന്തിക്കേണ്ടെന്നാ പറഞ്ഞത്. കാരണം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ എത്താം. ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ക്യാമ്പസുകൾ ഓഫർ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഞാൻ പഠിച്ച് പാസ് ഔട്ട് ചെയ്ത് 15 കൊല്ലമായി.
എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ ഒട്ടുമിക്ക ആളുകൾ ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊന്നല്ല വർക്ക് ചെയ്യണത്, പലരും പല മേഖലകളിലേക്കൊക്കെ തിരിഞ്ഞിരിക്കാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കാരണമാണ് അവർ സക്സസ്ഫുൾ ആണ്. സക്സസ്ഫുൾ ആണ്. പലരും ഓണ്ടർപ്രണേഴ്സ് ആയി, അല്ലെങ്കിൽ പല ആളുകളും എന്താ പറയാ പല ഫീൽഡിലേക്കൊക്കെ പോയ ആളുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാള് ബിടെക് എംടെക് എൻ്റെ കൂടെ പഠിച്ചു. എൻ്റെ അതേ ഹോസ്റ്റലിൽ, എൻ്റെ അതേ ഫ്ലോറിൽ, എൻ്റെ അതേ വിങ്ങില്, എൻ്റെ അതേ ബാച്ചിൽ, എൻ്റെ അതേ ബെഞ്ചിൽ ഉള്ള ഒരാള് ബിടെക് എംടെക് പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അയാളുടെ പഠിക്കുന്ന സമയത്ത് പാഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഥ എഴുത്ത്, സിനിമ പിടുത്തൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇപ്പം എന്തായി ആളെന്താ ചെയ്യണമെന്ന് അറിയോ? ഇപ്പൊ പൂനെയിലുള്ള ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഫിലിം പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാല് ആ ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന അക്കാഡമിക്സിന് പുറമെ അവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും അവിടെ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പാഷൻ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാനും അതിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ ക്യാമ്പസുകൾ തരുന്നുണ്ട്. അതാണ് അതിന്റെ കാര്യം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആൾക്കാർ കൂടെ നമ്മൾ നിൽക്കുന്നത്. അതെ അതെ, അവിടെ മുല്ലപ്പൂപ്പൊടി അതിനെ മെയിൻ അതന്നെയാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മളെ കൂടെയുള്ള 5 പേരുടെ ആവറേജ് ആയിരിക്കും നമ്മളിന്ന് ആ ഒരു സെയിം സാധനം തന്നെയാണ്. അതാണ് ശരിക്കും IIT പഠിക്കുന്ന മെയിൻ കാര്യം. അല്ലാതെ അക്കാഡമിക്സ് ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ മെയിൻ കാര്യം എന്താണ്, നമ്മുടെ കൂടെ ഉള്ള ആളുടെ ഒരു ആവറേജ് ആയിരിക്കും നമ്മള്. ഇനിയിപ്പോ ഞാൻ കോമൺ ആയിട്ട് കുറെ കുട്ടികളിൽ നിന്ന് ഞാനിങ്ങനെ സംസാരിച്ചതും എനിക്ക് പേഴ്സണലി മെസ്സേജ് വരുന്നതും ഒക്കെ വെച്ചിട്ട് ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, ICSE ഉണ്ട്, അങ്ങനെ പല സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ സ്റ്റേറ്റിൽ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ആ ലെവലിലേക്ക് എത്താനുള്ളൊരു ഇതില്ല, അല്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും അങ്ങനെ ഒരു ടോക്ക്. ഞാൻ സ്റ്റേറ്റ് പഠിച്ചാണ്. ഞാൻ 6ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചത്. അതെ, ഞാൻ 10ാം ക്ലാസ്സിൽ മലയാളം മീഡിയം. അപ്പൊ അതിൽ പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണല്ലോ. ഇല്ല, കാരണം വെച്ചാല് അതൊന്നും വലിയ പ്രശ്നങ്ങൾ കാര്യമൊന്നുമല്ല. നമ്മൾ പഠിക്കുന്ന സിലബസിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അത് വൃത്തിയായിട്ട് പഠിക്കുക മാത്രമാണ്. ഇനി ഇതുവരെ പഠിച്ചില്ലെങ്കിൽ ഇനി പഠിക്കുക മാത്രമാണ്. ഇനി ഇതുവരെ പഠിച്ചത് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു കൊല്ലം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതിന് ഫോക്കസ് ചെയ്യാൻ മാത്രമേ, വേറെ ഒന്നുമില്ല. സാർ ഇപ്പൊ IIT അതുപോലെ NIT ഈ 2 ടേമുകളാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ ആസ്പിരന്റ് അതുപോലെ എഴുതി കയറാൻ ഇവർക്ക് ഈ 2 കാര്യങ്ങളാണ് എപ്പോഴും ഉള്ളത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്തുകൊണ്ടാണ് IIT ഓവർ NIT എന്നുള്ള രീതിയിൽ വരുന്നത്? IIT എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ടയർ 1 ഏറ്റവും ബെസ്റ്റ് ലെവൽ കോളേജാണ്. അത് ഒരു 60-70 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ വേറെ ഫോറിൻ കൺട്രീസ് ഒക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ IIT മദ്രാസ് പഠിച്ചത്. IIT മദ്രാസ് അന്നത്തെ വെസ്റ്റ് ജർമ്മനിന്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ക്യാമ്പസാണ്. അപ്പൊ വെസ്റ്റ് ജർമ്മനി എന്നൊക്കെ ആ സമയത്ത് ഏറ്റവും ടെക്നോളജിയിൽ ഏറ്റവും മികച്ച ഒരു രാജ്യമാണല്ലോ. അപ്പൊ അവരാണ് അവിടുത്തെ അക്കാഡമിക്സ് അല്ലെങ്കിൽ അവിടുത്തെ വർക്ക്ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്തത്. അതുപോലെ ഓരോ കൺട്രീസ് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് IITs അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. NITs പിന്നീട് എന്താ വെച്ചാൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ പിന്നെ എന്ത് ചെയ്തു, റീബ്രാൻഡ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് ആക്കിയതാണ്. അപ്പൊ ഓഫ് കോഴ്സ് IIT തന്നെയാണ് അതിന് ഫസ്റ്റ് ലെവല്. പിന്നെ അതിന് താഴെ NITകളുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ജനങ്ങൾക്ക് ഒരു 50,000 കോളേജൊക്കെ ആകെ ഉണ്ടാവുള്ളൂ, ഒരു 1000 യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വളരെ കുറച്ചെങ്കിലും അതൊക്കെ വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും IITയിൽ എത്താനൊന്നും പറ്റണമെന്നില്ല. കാരണം IITയിൽ ആകെ ഒരു 18,000 സീറ്റ് ഇപ്പോൾ ഉള്ളൂ. അപ്പൊ IITകളും NITകളും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ എത്തിപ്പെടാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. അപ്പൊ IITകളുണ്ട്. നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് എന്തുണ്ട്, NITകളുണ്ട്. NITകളും എന്താണ് ഈക്വലി ഗുഡ് തന്നെയാണ്. ഒട്ടുമിക്ക ചില കോഴ്സുകളൊക്കെ ചിലപ്പോൾ ചില IITകളെക്കാൾ നല്ലത് എന്തായിരിക്കും, NITകളുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ IIT തന്നെ വേണമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റേ ഉള്ളൂ. എന്താ പറയുക, NIT കിട്ടിയാലും ഇപ്പോൾ NIT കിട്ടി. ഇപ്പൊ എൻ്റെ വൈഫ് NIT കാലിക്കറ്റ് പഠിച്ചതാണ്. പിന്നെ വേണ്ട MTechന് IIT മദ്രാസിൽ പോയി. നമുക്ക് പിന്നെ വേണമെങ്കിൽ മാസ്റ്റേഴ്സിനും ഒക്കെ പോവാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇപ്പൊ BTech നമുക്ക് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ പോലെ MTechന് ഗേറ്റ് എഴുതി നമുക്ക് IITയിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇനി ആ ക്യാമ്പസിൽ എത്താന്ന് മാത്രമാണ്. ആ ക്യാമ്പസിൽ എത്താനാണ്. +2 കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ 5 വർഷത്തെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സമയം ഉണ്ടല്ലോ. ആ സമയം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ടൈം. ആ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല എക്സ്പോഷർ കിട്ടണം, ഏറ്റവും നല്ല റിസോഴ്സ് കിട്ടണം, നമുക്ക് എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടണം. അക്കാഡമിക്സിന് പുറമെ വേറെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഇതൊക്കെ കിട്ടണം. കൂടുതൽ IITs ഒക്കെ തന്നെ CEO ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരളത്തിന്റെ ഒരുപാട് എക്സാമ്പിൾ IIT NIT ഷാരിഖ് ഷംസുദ്ദീൻ എല്ലാരും നല്ല സക്സസ് തന്നെയാണ് നിൽക്കുന്നതും. അതെ, ഇപ്പൊ എന്റെ ബാച്ചിൽ പഠിച്ച ഇപ്പൊ കുറെ പേര് ഇപ്പൊ എയ്തർ ഇലക്ട്രിക് കമ്പനി ഉണ്ടല്ലോ. എയ്തർ ഇലക്ട്രിക് കമ്പനിയുടെ ഫൗണ്ടേഴ്സ് എന്റെ ബാച്ച്മേറ്റ്സ് ആണ്. അതുപോലെ സ്വിഗ്ഗിന്റെ ഒരു 1 ഓഫ് ദ കോ ഫൗണ്ടേഴ്സ് എന്റെ ബാച്ച്മേറ്റ് ആണ്. അതുപോലെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള കമ്പനീസിന്റെ ഒക്കെ
നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ IITS ആണ്. IITians ബിസിനസ്സിൽ മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ വേറെ ഒരുപാട് മേഖലകളിൽ എന്തൊക്കെ മേഖലകളുണ്ടോ അതിലൊക്കെ ഈ ഇന്ത്യയിലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയ ആളുകൾ തന്നെയായിരിക്കും തലപ്പത്തിരിക്കുന്നുണ്ടാവും. അതിനുള്ള കാര്യം ഇതാണ്, അവിടുന്ന് കിട്ടുന്ന റിസോഴ്സസ്, അവിടുന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അവിടുന്ന് നമുക്ക് കിട്ടിയ ചുറ്റുവട്ടത്തുള്ള നെറ്റ്വർക്കിംഗ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അതെ, ശരിക്കും എഞ്ചിനീയറിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറും സിലബസ് മാത്രം പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ലൈഫ് അത് 10% എനിക്ക് തോന്നുന്നത് മെയിനായിട്ട്. അതെ അതെ, മുന്നോട്ട് എങ്ങനെ നമ്മളെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആക്ച്വലി മെയിൻ ആയിട്ട്. അപ്പൊ സാർ ഇനി ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് വരാം. സോ കുട്ടികളെല്ലാം ഇപ്പൊ അവർക്ക് ഒരു IIT അല്ലെങ്കിൽ NIT ഉള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. ഇനി അവർ സെൽഫായിട്ട് അതിലേക്ക് എത്താനുള്ള ഒരു ട്രാക്കിലേക്ക് വരികയാണ്. സോ അതിലുള്ള കടമയാണ് JEE Main ക്രാക്ക് ചെയ്യാന്നുള്ളത്. സോ ഇതില് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികൾ, അവർക്ക് എന്ത് സജഷൻസ് ആണെങ്കിൽ അവർ ആ സമയത്ത് ഉണ്ടാക്കി വെക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ കാര്യം സാർ, ഇതിനെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ സിവിൽ സർവീസ് നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ഒരു തവണ ട്രൈ ചെയ്യുന്നു, 2 തവണ 3 തവണ 4 തവണ 5 തവണ 6 തവണ ഒക്കെ കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യുന്നത്. JEE പക്ഷെ അങ്ങനെ ഇല്ല. അതായത് +2 എഴുതുന്ന വർഷം പിന്നത്തെ വർഷം മാത്രം IIT പറ്റുള്ളൂ. JEE Main വേണമെങ്കിൽ പിന്നത്തെ ഒരു വർഷം കൂടി പറ്റും. അപ്പൊ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി, അതായത് IASനേക്കാൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പൊ നമ്മുടെ +2ന്റെ ചാൻസ് ഓൾറെഡി കഴിഞ്ഞെങ്കിൽ പിന്നത്തെ ചാൻസ് അത്രയും സീരിയസ് ആയിട്ട് ചെയ്യേണ്ടതാ, അത് നമുക്ക് മിസ്സാക്കാനില്ല. അപ്പൊ അത് അത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിന് ലിമിറ്റഡ് സമയമുള്ളൂ. നമ്മൾ ഈ +1 +2 പഠിക്കുന്ന മുഴുവൻ സാധനം ഈ ഒരു സമയം കൊണ്ട്, ലിമിറ്റഡ് സമയം കൊണ്ട് പഠിച്ച് തീർക്കണം. അത് മാത്രല്ല എക്സ്ട്രാ ഒരുപാട് ഒരുപാട് അതെ അതെ, +2 +1 +2 ആ മാഗ്നിറ്റ്യൂഡ് എൻട്രൻസ് ലെവൽ തന്നെ കവർ ചെയ്യണം. അപ്പൊ എന്താണ്, എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പല ആളുകളും വിചാരിക്കാന്ന് വെച്ചാൽ ഒരു ജൂൺ ആവട്ടെ, നമ്മുടെ നാട്ടിൽ ജൂണല്ലേ സ്കൂൾ തുറക്കണ ജൂണൊക്കെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുക. അല്ല, റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ എത്ര പെട്ടെന്ന് തുടങ്ങാം, എത്ര പെട്ടെന്ന് ട്രാക്കിലാവാ എന്നുള്ളതാണ്, വേറെ ഒന്നും നോക്കണ്ട എന്നുള്ളതാണ്. ജനുവരി ഫസ്റ്റ് ഫേസ് വരും. അതെ, ഇപ്പൊ വേറെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വേറെ കോളേജിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ റീലും കോളേജ് ലൈഫ് ഒക്കെ ഇടുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്താണ്, അടുത്ത പോലെ ഇതിനേക്കാൾ നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യും എന്നുള്ള ഡ്രീം മുറുകെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് പോവാ എന്നുള്ളതാണ് അതിലൊരു കാര്യം. വേറെ ചുറ്റും കുറെ കാര്യങ്ങളൊക്കെ നടക്കണം. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യണ സമയത്ത് എനിക്ക് തോന്നുന്നു 2007 അന്ന് വേൾഡ് കപ്പ്. നമ്മളൊക്കെ ക്രിക്കറ്റ് ഭയങ്കര ഇതാണല്ലോ, വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നുണ്ട്. സാധാരണ എന്ത് എക്സാം ഉണ്ടെങ്കിലും നമ്മൾ ക്രിക്കറ്റ് ഒന്നും മിസ്സാക്കാത്തതാണ്. പക്ഷെ റിപ്പീറ്റ് ചെയ്യണ സമയത്ത് ആ ക്രിക്കറ്റിന്റെ അതൊക്കെ മിസ്സായി പോകും. പക്ഷെ പിന്നത്തെ കൊല്ലം 2011 ഇന്ത്യയിലെ വേൾഡ് കപ്പ് നടന്നപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, IIT മദ്രാസ് ക്യാമ്പസിൽ ആ ഓപ്പൺ എയർ തിയേറ്ററിൽ 5000 പേരെ ഒപ്പം ഇരുന്നിട്ട് ആർത്ത് വിളിച്ചിട്ട് ഇന്ത്യ കപ്പടിക്കണം. അപ്പൊ നമുക്കെന്താ വെച്ചാൽ നമ്മളിപ്പോ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും. ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യണ സമയത്താണ് ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോയി നിൽക്കണമൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും. ആ സാക്രിഫൈസിന് തയ്യാറാവണം, മാനസികമായിട്ട് ഇത് തയ്യാറെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ റിസ്കുകളില്ല. റിസ്ക് എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഒന്നല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻസ് നമുക്ക് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ JEE എന്ന് പറഞ്ഞത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി മാറിക്കൊണ്ടിരിക്കുന്ന, പാറ്റേൺ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കുന്നു, ക്വസ്റ്റ്യൻ്റെ വേർഡിങ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യണം. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മെറ്റീരിയൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് വലിയൊരു സംഭവം. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ലതുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് സാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെ. ഇപ്പൊ നമ്മള് മാത്സ് മെറ്റീരിയൽ എടുത്ത് നോക്കി കഴിഞ്ഞാല് 2026 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അല്ലെ, അത് കയറി വന്നിട്ടുണ്ടാവും. അതേ ഉള്ളൂ. പറയുന്നുണ്ട് സാർ, നമ്മൾ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, എക്സാക്ട് നമ്മുടെ ക്ലാസ് ചെയ്യിച്ച അതേ LMRP ഡിസ്കസ് ചെയ്യുന്നത് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല മെറ്റീരിയൽ വേണം, നല്ലൊരു സിസ്റ്റം വേണം. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവാ എന്നുള്ളതാണ് ഇതിൽ കാര്യം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്താണ് ടീച്ചേഴ്സിന്റെ ആ ഒരു പേഴ്സണൽ കെയർ, മെന്റർഷിപ്പ് കിട്ടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഇതൊരു ജേണിയാണ്. ഞാനിത് എപ്പോഴും പറയുന്നത് അറിയോ, നമ്മളിത് തപസ് ചെയ്യുന്ന പോലെ അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് നോക്കാതെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമല്ലോ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ പോവാന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം. പിന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനുവരിയിലാണല്ലോ ഫസ്റ്റ് JEE വരാം, ഏപ്രിലും JEE ഉണ്ടല്ലോ. ശരിക്കും ഇനി 2 ചാൻസ് ഉണ്ട്, റിപ്പീറ്റ് ചെയ്താലും 2 ചാൻസ് കൂടി ഉണ്ട്. അപ്പൊ ചിലപ്പോ എന്ത് ജനുവരി വേണ്ട, അപ്പൊ അതൊക്കെ റിലാക്സ് ചെയ്ത് ഏപ്രിലേക്ക് പഠിക്കാം. പക്ഷെ ജനുവരിയിലാണ് നമുക്ക് ബെറ്റർ പെർസെന്റേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവാം. അപ്പൊ ജനുവരിയിലേക്ക് തന്നെയാണ് വേണ്ടി പ്രിപ്പറേഷൻ. അപ്പൊ നമ്മളിപ്പോ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ജനുവരി എക്സാമിന് വെൽ ഇൻ അഡ്വാൻസ് പോർഷൻസ് ഒക്കെ തീർത്ത് റിവിഷൻ ചെയ്ത് കുറെ മോക്ക് എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മുടെ സിസ്റ്റം. നമുക്കത് ഓൾറെഡി അറിയാം. നമ്മള്
ഡാറ്റ ഡ്രിവൺ ആയിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്തിരിക്കണം. ഇപ്പൊ ജനുവരി എക്സാം ആണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസംബറിൽ നമ്മൾ പോർഷൻ തീർക്കും. ഡിസംബറിന് മുന്നേ തന്നെ നമ്മൾ പോർഷൻ തീർത്ത് റിവിഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, എക്സാംസ് ഒക്കെ എഴുതിട്ട് ചെയ്യാം. ഏപ്രിലിൽ പിന്നെ ബോണസ് ആയിട്ട് എടുക്കണം. ബോണസ് നമ്മൾ ജനുവരിയിലെ ക്വസ്റ്റ്യൻസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതൊരു റിവിഷൻ മാത്രമാണ്. അവിടെ തൊട്ടല്ല പ്രിപ്പറേഷൻ. ഇതിലെ ബെസ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ റാങ്ക് വരിക. അപ്പൊ 2 ചാൻസ് ഉണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന സംബന്ധിച്ച് 2 ചാൻസ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ചാൻസിന്റെ മുന്നിൽ കണ്ടിട്ട് തന്നെ എന്താ പോകണം. പിന്നെ വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ NCERT സിലബസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് സബ്ജക്റ്റാണ്. എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒരു 80-90% മാത്സ് തന്നെയാണ്. അതെ, കാരണം റിയൽ വേൾഡ് പ്രോബ്ലംസ് നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് മോഡൽ ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. അതാണ് എഞ്ചിനീയറിംഗ് നടക്കുന്നത്. അപ്പൊ മാത്സ് NCERT ലെവലും JEE ലെവലും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്, മറ്റു സബ്ജക്റ്റുകളും വ്യത്യാസമുണ്ട്. അപ്പൊ മാത്സ് കുറച്ചും കൂടി സമയത്ത് പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ചിലപ്പോൾ സ്കൂളിലൊന്നും അവരെ അങ്ങനെ പല ആളുകളും അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ ചിലപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ മാത്സിന് 50% അഡീഷണൽ ടൈം കൊടുത്തിട്ടാണ് നമ്മൾ മാത്സ് പഠിപ്പിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഈക്വൽ വെയിറ്റേജ് ആണെങ്കിലും നമ്മൾ മാത്സിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ 50% അഡീഷണൽ ടൈം കൊടുത്തിട്ടാണ് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കണത്. അപ്പൊ മാത്സിൽ കുറച്ചും കൂടി സമയം കൊടുത്ത്, മാത്സ് ബുദ്ധിമുട്ടാണ്, എന്താ വെച്ചാൽ ചെയ്ത് തന്നെ റെഡി ആവണം. അല്ലാണ്ട് മാജിക്കലി ഒന്നും കിട്ടില്ല. എഫർട്ട് എടുക്കണം. അതൊക്കെയാണ് കാര്യങ്ങൾ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ സാറേ, നമ്മൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് +2 കഴിഞ്ഞിട്ട് നേരെ കോളേജിലേക്ക് പോകുന്ന വിചാരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിലേക്ക്, ഓക്കെ, ABC ഏതൊരു കോളേജിലേക്ക്. അപ്പോൾ ഇവർ +2 മാത്സ് മാത്രം പഠിച്ചിട്ട് ആ കോളേജിൽ പോകുമ്പോൾ +2 മാത്സ് ഇവിടെയാണ്, കോളേജ് മാത്സ് ഇവിടെയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും എന്ത് ചെയ്ത് മാത്സ് ഫെയിൽ ആയി പോകുന്നത്. 4 സെമ്മിൽ മാത്സ് വരുന്നുണ്ട്, S1, S2, S4. അപ്പോൾ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പീറ്റിംഗ് ലൈഫ് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് മക്കളോട്, ഇത് ശരിക്കും റിപ്പീറ്റിംഗ് അല്ല, ഇത് ശരിക്കും ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്താനുള്ള ബ്രിഡ്ജാണ്. കാരണം ഈ കാണുന്ന മാത്സ് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തേ പറ്റുള്ളൂ, അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം NCERT ഒരുപാട് പോർഷൻ എന്താ ഡിലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. കുട്ടികൾ പലപ്പോഴും നമ്മൾ ക്ലാസ് എടുത്തുണ്ടെങ്കിൽ പറയും സാർ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അതാണ് റിപ്പീറ്റ് ചെയ്യണതിന്റെ വലിയൊരു ഗുണം കേട്ടോ. അതായത് ഓഫ് കോഴ്സ് നമുക്ക് ക്രാക്ക് ചെയ്യണം, പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ +1 +2 വിലപ്പെട്ട സമയം നമ്മൾ ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടോ നമ്മുടേതല്ലാത്ത മിസ്റ്റേക്ക് കൊണ്ടോ കളഞ്ഞിട്ടുണ്ടാവും. അത് മേക്കപ്പ് ചെയ്യാനും അവിടുത്തെ ഫണ്ടമെന്റൽസ് റെഡിയാക്കി എടുക്കാനുള്ള സമയമാണ്. കാരണം ഇനി വരാൻ പോണ സാധനം ഇതിന്റെ ബാക്കിയാ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് കോളേജിലാണെങ്കിലും. അതിപ്പോ എഞ്ചിനീയറിംഗിൽ പോകണമെന്നില്ല. നമ്മുടെ കുട്ടികൾ തന്നെ ഫീഡ്ബാക്ക് അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ CET പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, സാർ നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ അന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ഹെൽപ്പ് ആയിട്ട് ഒരുപാട് പേര് ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മാത്സിന്റെ കാര്യം. ആവശ്യമുള്ള സാധനമാണ് ഇത്. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ അതില് തട്ടുകേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്കൂളിൽ നമ്മളിപ്പോൾ ബോർഡ് എക്സാം എഴുതുന്നതല്ല, നമ്മളൊരു പെൻ ആൻഡ് പേപ്പർ മെത്തേഡിലാണ് നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ JEE സംബന്ധിച്ചൊരു CBT എക്സാം, ഇപ്പോൾ കീമും CBT ആയിട്ടുണ്ട്. അപ്പോൾ അതിലും നമുക്കൊരു പ്രാക്ടീസ് വേണം അല്ലേ. നമ്മളൊരു ദിവസം വെറുതെ പോയി JEE CBT എഴുതാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല. അപ്പം അതൊരു പ്രാക്ടീസാണ്. അതും നമ്മളെന്താ നമ്മളൊരു റിപ്പീറ്റഡ് കോഴ്സിൽ ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് എക്സാമുകൾ എഴുതി ശീലിച്ചാൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്പീഡും ആക്യുറസിയും ഒരു ഫാക്ടറാണ്. നമ്മളിപ്പോ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി എൻട്രൻസ് എക്സാം 3 മണിക്കൂർ കൊണ്ട് തീരും. 3 മണിക്കൂറിന്റെ പരിപാടി തീർന്നു. ആ 3 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു 3 മണിക്കൂറിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അപ്പൊ ആ തയ്യാറെടുക്കുക ആ രീതിയിൽ ആ ദിവസം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ വേണം. അപ്പൊ ആ ദിവസത്തെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് മോക്ക് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് അങ്ങനെ തന്നെ പോകാൻ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലേ സാർ. അങ്ങനെയൊക്കെ ഒരു സൈലന്റ് ചെയ്യുന്നതാണ്. എല്ലാ ഓഫ്ലൈൻ ക്ലാസ്സിലും നമ്മൾ എന്തെങ്കിലും ഒരു എക്സാം ഉണ്ട്, അവരെ എക്സാം എഴുതി എല്ലാ ഓഫ്ലൈൻ ക്ലാസ്സിലും അവർക്ക് എന്തൊരു എക്സാം ഉണ്ട്. അവരോട് എന്ത് ചെയ്യും, അവർ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് അത് മെയിൻ കാര്യമാണ്. എഴുതി റെഡി ആവാന്നുള്ളതാണ് മെയിൻ കാര്യം. മാത്രമല്ല ഇപ്പോൾ ഓൺലൈൻ കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെൽഫായിട്ട് തന്നെ നമുക്ക് എക്സാം പോലെ ഉണ്ടാക്കിയതിന് ശേഷം മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, ഹാർഡ് ലെവൽ, അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരെ വല്ലാതെ അത്ര തന്നെ. അപ്പോൾ സാറേ നമ്മൾ ഏകദേശം കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു കൺഫ്യൂഷൻ മാറാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീരുമാനത്തിലെത്തുമ്പോഴും എന്തുകൊണ്ട് സൈലത്തിൽ വരണം എന്നുള്ളൊരു കാര്യം ഉണ്ടാവുമല്ലോ. അതെ അതെ അതെ. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ എന്തുകൊണ്ട് സൈലത്തിൽ തന്നെ വരണം. അതെ, അതായത് കൃത്യമായിട്ടൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്കുണ്ട്. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാക്കൽറ്റി ലൈനപ്പ് തന്നെയാണ്. എല്ലാവരും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ സാറെന്ന് പറഞ്ഞാലും അല്ലെ എത്ര വർഷം അപ്പോൾ ഡയറക്റ്റ് IIT-ന്നും അല്ലെങ്കിൽ NITs-ന്നും
പഠിച്ചിട്ടുള്ള ഗ്രാജുവേറ്റ്സ് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നവരെല്ലാവരും തന്നെ. അപ്പോൾ അവർക്കറിയാം അവിടെ എത്തിപ്പെടാൻ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡയറക്റ്റ് ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ടിപ്സും ട്രിക്സും ഒക്കെ കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അല്ല, അതുപോലെ നമ്മുടെ സിസ്റ്റം ഹൈബ്രിഡ് ആണ്. Hybrid. കോവിഡിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഹൈബ്രിഡിലേക്ക് മാറി. അതെ. ഇപ്പൊ ഈവൻ IIT പോലും കുറെ അല്ലെങ്കിൽ കുറെ കോളേജസ് ഒക്കെ എന്താണ് ഇപ്പൊ ഹൈബ്രിഡ് സിസ്റ്റം ആണ്. കാരണം ടൈം ടെസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മളിപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടീനെ സംബന്ധിച്ചോളം ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ആ ടൈം ബെസ്റ്റ് യൂട്ടിലൈസ് ചെയ്യണം. ക്ലാസ് കൊടുക്കാൻ വേണം, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് കുട്ടിക്ക് പഠിക്കാനുള്ള സമയം കിട്ടുകയും വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ക്ലാസ്സിൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, കോൺഫിഡൻസ് ഉണ്ടാവണം. ഇപ്പോൾ ക്ലാസ് മുറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഓഫ്ലൈൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടീച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണ്. പക്ഷേ ഡയറക്റ്റ് ടീച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് വേണമല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വേണം. അപ്പോൾ അതാണ് ഈ ഹൈബ്രിഡിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈബ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. യെസ്. അതോടൊപ്പം തന്നെ ധാരാളം മോക്ക് എക്സാംസ് കൊടുക്കുന്നു, നല്ല മെറ്റീരിയൽ കൊടുക്കുന്നു. മെറ്റീരിയലിനെ പറ്റി നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അല്ലെ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. അതായത് ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. നമ്മള് PYQ ബേസ്ഡ് മെറ്റീരിയൽ ആണ് നമ്മുടെ ഉണ്ടാവുക. PYQ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കേണ്ടത്. പിന്നെയും ചെയ്ത് നോക്കേണ്ട സാധനങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് കഴിഞ്ഞൊരു 7-8 വർഷം മാത്രം എടുത്താൽ തന്നെ ഒരു സബ്ജക്റ്റിൽ 5000 PYQ ഉണ്ട്. അങ്ങനെ 15000 ക്വസ്റ്റ്യൻ PYQ തന്നെ ചെയ്യാനുണ്ട്. അതെ. അപ്പൊ അത്രയും ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് റെഡി ആവാന്നുള്ളതാണ് ഇതിലെ കാര്യം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള കൺഫ്യൂഷൻ ഒക്കെ മാറി കാണും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റവും ആദ്യം തന്നെ തുടങ്ങുകയാണ് നമ്മൾ. കാരണം ജനുവരിയിലാണ് ഫസ്റ്റ് ഫേസ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ക്ലാസ്സുകൾ തീർക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്. സോ ഏപ്രിൽ 29 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓറിയന്റേഷൻ തുടങ്ങുകയാണ്. 30 തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ചാപ്റ്റർ 0 വെച്ച് തുടങ്ങും. യെസ്, ചാപ്റ്റർ 0. അത് ഏറ്റവും ബേസിക് കാര്യങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ അത് കാണുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കാറില്ല. പക്ഷെ എന്നാലും എല്ലാം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഡിസംബർ കൊണ്ട് നമ്മുടെ ടോപ്പിക് എല്ലാം തീർത്ത് നമ്മുടെ റിവിഷനും എല്ലാം ചെയ്ത് ജനുവരിയിൽ ഫസ്റ്റ് ഫേസ് തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് JMAയിലേക്ക് പോകാനുള്ളൊരു കറക്റ്റ് ട്രാക്കാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാം. ഇത്തവണ നമ്മളോടൊപ്പം നിന്ന് ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാനുള്ള അവസരമാണ്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ബാച്ചുകളിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.